നമസ്കാരം. കൊല്ലം സുധി എന്ന അതുല്യ കലാകാരന്റെ വിയോഗം മലയാളികൾക്ക് ഇന്നും തീരാത്ത ഒരു വേദനയാണ്. 2023 ജൂൺ 5 ഒരു വാഹനാപകടത്തിലൂടെ സുധി നമ്മോട് വിട പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് നഷ്ടമായത് തങ്ങളുടെ ലോകം മുഴുവനുമായിരുന്നു. എന്നാൽ സുധിയുടെ മരണത്തിന് ശേഷമുള്ള നാളുകളിൽ അദ്ദേഹത്തിന്റെ ഭാര്യ രേണു സുധി നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ്. ഭർത്താവിന്റെ മരണത്തെ പോലും സോഷ്യൽ മീഡിയ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നുവെന്നും റീച്ചിന് വേണ്ടി എന്തും ചെയ്യാനുള്ളവളാണെന്നും തുടങ്ങി രേണുവിനെതിരെ വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. സുധിയുടെ 3ാം ചരമവാർഷികം ദിനത്തിൽ രേണു പങ്കുവച്ച വീഡിയോകൾക്ക് നേരെയും സമാനമായ വിമർശനങ്ങൾ ഉയർന്നു വന്നതോടെ തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി രേണു തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കൊല്ലം സുധിയുടെ ഓർമ്മയ്ക്കായി കുടുംബം കഴിഞ്ഞ ദിവസം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ തന്റെ ജോലിയുടെ ഭാഗമായി ബഹ്റൈനിലായിരുന്നതിനാൽ രേണുവിന് ആ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുവാൻ സാധിച്ചില്ല. രേണുവിന്റെ അസാന്നിധ്യത്തിൽ സുധിയുടെ വീട്ടുകാർ അദ്ദേഹത്തിന്റെ കല്ലറയിലെത്തി പ്രാർത്ഥനകൾ നടത്തി. ബഹ്റൈനിൽ ഇരുന്നു കൊണ്ട് വീഡിയോ കോളിലൂടെയാണ് രേണു ആ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നത്. പ്രിയപ്പെട്ടവന്റെ കല്ലറ വീഡിയോ കോളിലൂടെ കണ്ടപ്പോൾ നിയന്ത്രണം വിട്ടുപോയ രേണു പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങൾക്കെതിരെയും വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. സഹതാപം പിടിച്ചു പറ്റുവാനും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ലഭിക്കുവാനും വേണ്ടിയാണ് ഭർത്താവിന്റെ മരണം പോലും രേണു ആഘോഷിക്കുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. രേണുവിന്റെ അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണമെന്ന തരത്തിലുള്ള വരെ ആക്ഷേപങ്ങളും കമന്റ് ബോക്സുകളിൽ നിറയുന്നുണ്ട്. ഇന്നലെ കരച്ചിൽ ഇന്ന് കൂത്ത് അല്ലെങ്കിൽ ഡാൻസ് എന്ന രീതിയിലായിരുന്നു പലരും രേണുവിനെ പരിഹസിച്ചിരുന്നത്. എന്നാൽ വിമർശകർക്ക് മറുപടിയുമായി രേണു തന്നെ രംഗത്തെത്തി. തനിക്ക് എന്നും കരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ലെന്നും മക്കൾക്കും ജീവിതത്തിനും വേണ്ടി താൻ ജീവിച്ചേ മതിയാകൂ എന്നും രേണു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് നേരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ വളരെ വ്യക്തതയോടെയാണ് രേണു നേരിടുന്നത്. എന്നും കരഞ്ഞുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്നും നഷ്ടമായേനെ. പൊരുതി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ കളിയാക്കി പറഞ്ഞോളൂ, എനിക്ക് അതൊന്നും വിഷയമല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരഞ്ഞതിനെ കുറിച്ച് എനിക്ക് മറുപടി നൽകണം എന്ന് രേണു വീഡിയോയിൽ പറയുന്നുണ്ട്. താൻ എന്തുകൊണ്ടാണ് കരഞ്ഞതെന്നും അതിനുശേഷം എന്തുകൊണ്ടാണ് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്നതെന്നും രേണു വിശദീകരിക്കുന്നുണ്ട്. ജൂൺ 5 ഞാൻ കരഞ്ഞു. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. വീഡിയോ കോൾ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിന്റെ വിഷമം കരഞ്ഞ് ഞാൻ തീർത്തു എന്ന് കരുതി 3 വർഷം മുൻപുള്ള ജൂൺ 5 മുതൽ ഇന്ന് വരെ ഞാൻ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ മക്കളെ, ഞാൻ വീട്ടിലിരുന്ന് കരയുകയേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് മക്കളുണ്ട്, കുഞ്ഞുമോനുമുണ്ട്, വീട്ടുകാരുമുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ചിരിച്ചേ പറ്റുകയുള്ളൂ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ച് കാണിച്ചേ മതിയാകുകയുള്ളൂ. ഞാൻ ഇനിയും ചിരിക്കും. എൻ്റെ സന്തോഷത്തിന് വേണ്ടി റീൽസുകളും ചെയ്യും എന്ന് രേണു ഉറച്ച ശബ്ദത്തിൽ പറയുന്നുണ്ട്. കൊല്ലം സുധിയുടെ മരണശേഷം രേണു നിരന്തരമായ അധിക്ഷേപങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് മരിച്ചിട്ടും ആ മരണ വാർത്ത വിറ്റാണ് രേണു ജീവിക്കുന്നതെന്നുള്ള ആരോപണങ്ങളും ഏറെക്കാലമായി ഉയരുന്നുണ്ട്. 3ാം ചരമവാർഷികത്തിൽ രേണു പങ്കുവച്ച കുറിപ്പിൽ ഈ വേദനകൾ വ്യക്തമാക്കുന്നുമുണ്ട്. 3 വർഷം ഒന്നും പറയാനില്ല. ഒറ്റപ്പെടലിന്റെ കുറ്റപ്പെടുത്തലുകളുടെ 3 വർഷം. ഹൃദയം മുറുകുന്ന വേദനയാൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമാണ് അത്. അന്നെങ്കിലും എന്നെ നെഗറ്റീവ് പറയാതെ വെറുതെ വിടൂ എന്നായിരുന്നു രേണു പറഞ്ഞത്. മനസ്സ് തളർന്നു പോയി എന്ന് സുധിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് രേണു കുറിക്കുന്നുണ്ട്. കൂടാതെ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം ബിഗ് ബോസിലൂടെയും മ്യൂസിക് വീഡിയോകളിലൂടെയും ശ്രദ്ധേയായ രേണു സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. തനിക്ക് ക്യാൻസർ ആണെന്ന തരത്തിലുള്ള പല തെറ്റായ വാർത്തകളും പ്രചരിക്കുന്നുവെന്നും അത്തരം സാഹചര്യങ്ങളിൽ പോലും തന്റെ മക്കളെ സംരക്ഷിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള പോരാട്ടത്തിലാണ് രേണു എന്നും അവർ പറയുന്നുണ്ട്. സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. രേണുവിനെതിരെ വലിയൊരു വിഭാഗം വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ രേണുവിന് പിന്തുണ നൽകുന്ന ഒരു വലിയ കൂട്ടം ആളുകളും സോഷ്യൽ മീഡിയയിലുണ്ട്. രേണുവിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി എത്തിയിരിക്കുന്നത്. നീ നിന്റെ വഴിയെ പോവുക, തളരരുത്. ലോകത്തെ എല്ലാവരെയും വായ തുന്നിക്കെട്ടുവാൻ നിങ്ങൾക്ക് ആകില്ല. ഈ പറയുന്നവരൊക്കെ ഒരു മനുഷ്യന് പോലും ഉപകാരം ചെയ്യാത്തവരാകും. ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നിനക്ക് ചെയ്യാം. പറയുന്നവർ പറയട്ടെ രേണു, അവർക്ക് വേറെ പണിയില്ലല്ലോ എന്നൊക്കെയായിരുന്നു പലരുടെയും കമന്റുകൾ.
ഭർത്താവ് പോയി കഴിഞ്ഞാൽ ആ മക്കളെ എങ്ങനെയെങ്കിലും വളർത്തട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് പകരം എന്തിനാണ് ഇത്രയും ക്രൂരമായി പെരുമാറുന്നത്? ആ വേദന എന്താണെന്ന് കരഞ്ഞു പറഞ്ഞ് നാട്ടുകാരെ അറിയിച്ച് എന്നും ഇരിക്കാൻ കഴിയില്ല എന്ന് തുടങ്ങി രേണുവിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. വിമർശകരോടും പോയി പണി നോക്കുവാൻ പറയാൻ പോലും രേണുവിനെ പിന്തുണയ്ക്കുന്നവരും ഉപദേശിക്കുന്നവരുമുണ്ട്. 2023 ജൂൺ 5 പുലർച്ചെ വടകരയ്ക്ക് സമീപം വെച്ചായിരുന്നു സുധിയും സഹപ്രവർത്തകരായ ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനും സഞ്ചരിച്ച് വാഹനം അപകടത്തിൽപ്പെട്ടത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി അന്ന് മുൻ സീറ്റിലായിരുന്നു സുധി ഇരുന്നിരുന്നത്. വാഹനം വെട്ടിപ്പൊളിച്ചാണ് സുധിയെ പുറത്തെടുത്തത്. സ്വന്തമായൊരു വീട് എന്ന സുധിയുടെ ആഗ്രഹം സഫലീകരിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിലായിരുന്നു ആ വിയോഗം. പിന്നീട് ഫ്ലവേഴ്സ് ചാനലടക്കം നിരവധി പേരുടെ സഹായത്തോടെയാണ് സുധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകിയത്. എന്നാൽ ആ വീടിനെ കുറിച്ച് രേണു പങ്കുവച്ച ചില കാര്യങ്ങളും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇന്നും ജൂൺ 5 എന്നത് രേണുവിനും കുടുംബത്തിനും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസമാണ്. ഇത്തവണ നാട്ടിലില്ലാത്തതിനാൽ ചടങ്ങുകൾ ഒന്നുമില്ലെന്നും ഓർഫനേജിൽ ഭക്ഷണം കഴിക്കുവാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും രേണു അറിയിച്ചിരുന്നു. രേണുവിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും മുഖഭാവങ്ങളെക്കുറിച്ചും നിരന്തരമായ പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാറുണ്ട്. തനിക്ക് ക്യാൻസർ ആണെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ പോലും ബന്ധുക്കൾ പോലും വിളിച്ചില്ലെന്ന് രേണു പറയുകയുണ്ടായി. ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ടുകൾ കിച്ചുവുമൊക്കെ അറിഞ്ഞു കാണും, പക്ഷെ ആരും എന്നെ വിളിച്ചില്ല. കിച്ചു അവസാനം വിളിച്ചത് കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോകുവാൻ അനുവാദം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. വ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ തെറ്റാകും. കുട്ടിയെ കാണാൻ വന്നപ്പോൾ അവൻ വ്ലോഗ് എടുത്തു. പിന്നീട് കിച്ചുവോ സുധിച്ചേട്ടന്റെ വീട്ടുകാരോ എന്നെ വിളിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരെ എനിക്ക് മനസ്സിലായി എന്ന് രേണു തുറന്നു പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന അധിക്ഷേപങ്ങൾക്കൊന്നും തന്നെ തളർത്തുവാൻ കഴിയില്ലെന്ന നിലപാടിലാണ് രേണു ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പ്രതിസന്ധികൾക്കിടയിലും തന്റെ മക്കൾക്ക് വേണ്ടി ചിരിക്കുവാനും തന്റെ സന്തോഷത്തിന് വേണ്ടി റീൽസ് ചെയ്യുവാനും രേണു തയ്യാറാണ്. അധിക്ഷേപിക്കുന്നവർക്ക് ഒടുവിൽ മറുപടി നൽകാൻ രേണുവിനെ പിന്തുണയ്ക്കുന്നവരുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു സൈബർ ഇടങ്ങളിൽ. സൈബർ ലോകത്തെ അമിതമായ ഇടപാടുകളെയും അനാവശ്യ വിമർശനങ്ങളെയും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളമാണെന്ന് രേണു സുധിയുടെ ജീവിതം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.